ഫോണ് വരികയാണ് ഹിമാറെ. ഫോൺ എടുക്കാനും അറിയില്ല എനിക്ക് ഇത്രയും കാലായിട്ട്. ബസീറാണ്. മോനെ ബസീറ, എന്തൊക്കെയാ പാടാ? എന്റെ കഥ തപ്പമ്മ പറഞ്ഞു. എന്റെ ഉമ്മാക്ക് ഒരു ഫോൺ എടുക്കാനും അറിയില്ലടാ. എന്തൊക്കെയാ പാട്? സുഖല്ലേ? ഇവിടെ ഇങ്ങനെ പോണ്. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോന്ന്. പിന്നെ നമ്മളെ ബലായുധേട്ടൻ മരിച്ചുപോയി മോനെ. ബലായുധേട്ടൻ മരിച്ചുപോയി. അറ്റാക്ക് ഇനി മിഞ്ഞ 3 ദിവസമായിപ്പോ. ഭയങ്കര സങ്കടമായിപ്പോയി എല്ലാവർക്കും. നാട്ടുകാർക്ക് മുഴുവൻ സങ്കടത്തില്ല. തരാ അടക്ക്. പിന്നെ എന്താ പണിയൊക്കെ സുഖമായിട്ട് പോകണ്ടല്ലോ? എന്ത് കിട്ടൂല? എന്തേനി ആ സാധനത്തിന്റെ പേരെന്തേനി? മോൾക്ക് എന്തോ പഠിക്കാൻ ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേനോ? അടക്കാൻ തുറക്കണേ ചെയ്യണ കമ്പ്യൂട്ടർ. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ മോനെ. കമ്പ്യൂട്ടർ അല്ല, ലാപ്ടോപ്പ്. അത് വേണമെന്ന് പറഞ്ഞിരിക്കണ ഓള് ഇട്ടാ. ഓക്ക് പഠിക്കാൻ അത് വരുമ്പോ കൊണ്ടുവരേണ്ടി. കൊണ്ടു കിടക്കണത് വേണമെന്നാ പറഞ്ഞോള്. ഉമ്മാക്കൊന്ന് കൊടുക്കേ. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. നന്നായിട്ട് ബേച്ചില്ല തടി മെലിഞ്ഞോ. പിന്നെ നമ്മള് ആമിനാന്റെ ഇളയ മോള് പ്രസവിച്ചിക്കണ്. കഥ പറയട്ടെ, ഇങ്ങോട്ട് കൊണ്ടാ മതി. അല്ല, നോന്റെ പൈസ തീർക്കാൻ ഓള് പെറ്റതൊക്കെ ഓമ്പ വന്നിട്ട് കണ്ടോളൂ. അല്ല, നിങ്ങൾ ഇങ്ങനെ നടന്നോ? എന്നിട്ട് മോനോട് വിളിച്ച് ഗൾഫിലേക്ക് പറഞ്ഞു നിങ്ങൾ ആത്മാർത്ഥ ചങ്ങായി അല്ലേ മരിച്ചുപോയത്? അല്ല, നല്ലൊരു ചങ്ങായി അല്ലേ മരിച്ചുപോയത്? ഈ കണ്ട ദിവസമായിട്ട് നിങ്ങൾ ഒന്നാമേക്ക് തിരിഞ്ഞു നോക്കിയോ? എനിക്ക് മനസ്സിൽ വിഷമം കൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാത്തത്. മയ്യത്തായി എന്ന് ഞാൻ അവിടുത്തെ പോവാൻ എന്താ മയ്യത്തായി കിടക്കണ കാഴ്ച എനിക്ക് കാണാൻ പറ്റൂല. നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളോടായിട്ടല്ല പറയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലുള്ള എല്ലാരും ഒരു പ്രശ്ന, മരിച്ചു കഴിഞ്ഞിട്ട് ചെല്ലാൻ പറ്റില്ല. പിന്നെ കാണുമ്പോ പറയോ മരിച്ചു കിടക്കണ കാണാൻ എനിക്ക് പറ്റൂല. എന്തായാലും എനിക്ക് മനസ്സിൽ വിഷമം കൊണ്ട് തന്നെയാണ്. നിങ്ങളൊന്ന് ആടെ ചെല്ലി ആ ശോഭനൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ആ വയ്ക്ക് പോയില്ലെങ്കിലും നമുക്കോളെ മൊത്തം നോക്കാൻ പറ്റും. ശരിയാ, നമ്മൾ ആടുന്ന് പോവാ. എന്നാ പിന്നെ നിങ്ങളൊന്നാണ്ട് പോയി. എനിക്ക് എന്തൊക്കെ പണിയുണ്ട് ഇവിടെ. നാളെ ഉണങ്ങാനുള്ള നെല്ലുണ്ട്, അത് മുഴുവൻ ഉണക്കിയിട്ടൊക്കെ വേണം. ഞാൻ അവിടെ പോയിട്ട് വരി. അപ്പൊ ചാപ്പാട് നമ്മൾ വന്നിട്ട് കഴിക്കാം. വെച്ചോളി. ആയിക്കോട്ടെ. ശോഭപ്പെടുത്തിയേ നിങ്ങളിങ്ങനെ നിലവിളിക്കല്ലേ? ശോഭപ്പെടുത്തിയേ ഒരുപാട് നിലവിളിച്ചോണ്ട് ഇപ്പൊ മരിച്ചുപോയി. ബലായുധം തിരിച്ചു വരുമോ? ഇങ്ങോട്ട് നോക്കി. നല്ലവരൊക്കെ പടച്ചോൻ പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ നല്ലവരല്ലേ? അല്ല, ഞാൻ നല്ലവരല്ലേറ്റല്ല, വല്ലാണ്ട് നല്ലവരായിട്ട് ആൾക്കാരെ പെട്ടെന്ന് കൊണ്ടുപോകും പടച്ചോന്മാര്. അതാണ് നിങ്ങളിങ്ങനെ നിലവിളിക്കല്ലേ? നിലവിളിച്ചിട്ട് എങ്ങോട്ടാ നിങ്ങൾ നോക്കി? അല്ല, കാക്കക്ക് ചോറും കൊടുത്ത് കാക്ക തിന്നണ നോക്കിക്കങ്ങള്. കാക്ക എന്റെ പണിയെ കാണിച്ചേ. പിന്നെന്താ? അല്ല, ആരെങ്കിലും ഉണ്ടോ കാക്കൊക്കെ ഇലയില് ചോറും കൊടുത്ത് തിന്നണ നോക്കിക്കല്? നിങ്ങൾക്ക് എന്റെ പിരാന്താ? കാക്കല്ല അത്. പിന്നെ ആരാണ്? പടച്ചോനെ, ഓൻ കാക്കയ്യാ? ബലായുധം കാക്കയോ? നിങ്ങൾക്കതറിയേട്ടാ? നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ആചാരമുണ്ട്. മരിച്ചു പോയാ പിന്നെ കാക്കയാവും. കാക്ക കൊറേ നേരായിട്ട് ആ മുരിങ്ങ മരത്തിന്റെ മുകളിൽ നിന്ന് കരഞ്ഞപ്പോ ഞാൻ ഇത്തിരി ചോറ് ഉരുട്ടി വെച്ചു കൊടുത്തതാ. അല്ലെങ്കിലും അങ്ങനെയാണ്. ചായന്റെ പലഹാരം എന്തുണ്ടാക്കിയാലും തിന്നൂല, ചോറാണ് ഇഷ്ടം. തലേത്തെ പഴഞ്ചോറ് ഇങ്ങനെ വെള്ള പീഞ്ഞ് തിന്നല്ല സാധാരണ. അപ്പൊ ഞാൻ ഉരുട്ടി വെച്ചു കൊടുത്തപ്പോ ചോറ് ഉരുട്ടി അടയ്ക്കുന്ന ആളാണ്, വായയിൽ കുത്തി നിറയ്ക്കുന്ന ആളാണ്. കാക്കയായിട്ട് പറന്നു വന്ന് കൊത്തി 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 തിന്നുന്നത് ഞാൻ നോക്കി നിൽക്ക എനിക്ക് കൊതിയോടെ. അപ്പോഴേക്ക് നിങ്ങളെ വന്ന് തൊളിച്ച്. അപ്പൊ എനിക്കറിയാൻ നിങ്ങളെ ഓരോരോ ആചാരങ്ങൾ ഞമ്മക്കറിയേറ്റല്ലേ ശോഭപ്പെടുത്തിയേ. നിങ്ങൾ ശ്രമിക്ക്. അല്ല ഒരു ഭർത്താവ് നഷ്ടപ്പെടുമ്പോ ഒരു പെണ്ണുങ്ങളെ ഭസ്മൊക്കെ ഞമ്മക്ക് മനസ്സിലാവും. ഇത് പോകാൻ കാക്കിയപ്പോ എന്തേത്തും കഷ്ടാണ്. ബലായുധാ കൊടുത്ത് വന്ന് തിന്നടോ, എനിക്ക് അറിയേറ്റാണ്. വിളിക്കണ്ട, വരൂല. അതിനൊരു സ്വഭാവം ഉള്ളതാ. അല്ലെങ്കിൽ ഇണങ്ങി പോയതാ. ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും ഒറ്റ പോക്ക. പിന്നെ വരൂല. ഇപ്പോഴും നിന്നില്ല, കണ്ടില്ലേ? ഇണങ്ങി നിക്കുക. എന്നാ പിന്നെ നമ്മൾ പോവുകയാണ്. ഇവിടെ വന്ന് ഇടങ്ങാറായിന്ന് കൂട്ടിക്കോളിങ്ങൾ. നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയാ മതിയല്ലോ. അന്നെ കൊണ്ട് തന്നെ അതുണ്ടായത്. ഓന്തോടെ കടന്ന് കറിയാ. എന്നിട്ട് അല്ല സുറാ
സൂറ നിങ്ങളവിടെ പോയിനോ? നമ്മളവിടെ പോയി ആകെ അടങ്ങാറായി മോളെ. എന്താ പറ്റിയേ? ബൈക്കാണല്ലോ ചോറ് എടുത്ത് വെച്ചോ. അല്ല എന്താ പറ്റിയെന്ന് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ആദ്യം ചോറ് എടുത്ത് ചോറൊക്കെ നമ്മളെടുത്തൊക്കെ നമ്മൾക്ക് ചോറെടുത്ത് വെക്കുന്നതിന് എന്താ നിങ്ങള് കൈയൊക്കെ നമ്മള് കൈ കഴുകുക. കൈ കഴുകുമ്പോ ചോറ് എടുത്ത് വെച്ചോ. ഇക്ക ഓ മീൻ പൊരിച്ചത് വേണ? എന്തെങ്കിലൊക്കെ എടുത്ത് വെച്ചൂട്. ബലായിതാ ഇവിടെയും വന്നാ തിന്നോ, നന്നായിട്ട് തിന്നോ. എടാ ആടുന്ന് ഞാൻ അറിയാണ്ട് ആട്ടിപ്പോയതാ. എനിക്കറിയോ ഇജ്ജിങ്ങനെ കാക്കിയാവുന്നൊക്കെ. ഇങ്ങോട്ട് വന്ന് തിന്നോടെ ഇവിടെ എല്ലാം നന്നായിട്ട് നെല്ലുള്ള ഇവിടുന്ന് തിന്നു. ഈ മനുഷ്യന് ആരോടെ പുന്നാരിക്കണത്? എന്നാലും വേറെ എന്തൊക്കെ കിളിയാ വേണ്ടതിനോട് ഇജ്ജത്തിനെ കാക്കിയായത് വൃത്തിയട്ട കാക്കിയായത് എന്തിനാ? നമ്മളോട് ചോറെടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങളാരോടെ പുന്നാരിക്കണ കാക്കേനോടോ? കഷ്ടപ്പെട്ട് മനുഷ്യൻ ഉണങ്ങാനിട്ട നെല്ലിന്റെ അകത്തുള്ള കാക്കേനെ പായിപ്പിക്കാണ്ട് ഇവിടെ കിടന്ന് കാക്കേനോട് പുന്നാരെ പറയാ. എന്താണ് ഹിമാറയ്യ കാണിച്ചേ? എന്താ പിന്നെ കാക്കേനെ ഉന്തി പായിപ്പിക്കുക, ആട്ടി ഹിമാറ അത് കാക്കയല്ല, പിന്നെ അത് ബലായുധനാണ്. കേക്കയിലെ ശോഭേന്റെ മരിച്ചുപോയ ഭർത്താവ് ബലായുധൻ. ആ മൂപ്പരിപ്പൊ കാക്കയാണ് പോലെ. ഞാൻ രാവിലെ വിവരം അറിഞ്ഞത്. രാവിലെ ശോഭന്റെ വീട്ടിൽ പോയപ്പോ ശോഭ പറയുന്നത് ബലായുധ ഇപ്പൊ കാക്കയാണ്. ആർന്ന് ഞാൻ ആട്ടിപ്പോയോനെ. ഇവിടുന്ന് ഇപ്പൊ ഇജ്ജു ആട്ടി. ഈ പറമ്പിൽ എന്തൊക്കെ ഉപകാരമായി ഒരു ചങ്ങായിയാണോ. പറമ്പ് കളക്കാൻ ഓനല്ലേ പറ്റില്ല. ഓനൊരു നെല്ല് എനിക്ക് ഇങ്ങനെ ആട്ടി പായിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ട്. എന്റെ നമ്മൾ അറിയാണ്ട് പായിപ്പിച്ചു പോയതാ. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ബലായുധൻ ബലായുധേട്ടാ തിന്നോളി. നമ്മളൊരു അറിയാണ്ട് നസീബ് പറഞ്ഞു പോയതാ. എപ്പ വരും? എങ്ങനെ വരുന്നു? അങ്ങനെയൊന്നും വിളിച്ചാ വരൂല ബലായുധേ. ഇല്ല, അങ്ങനെ വിളിച്ചാ വരൂല. ശോഭ പറഞ്ഞ് അവനെ തിന്നോണ്ടിരിക്കുമ്പോ ആരെയും ആട്ടിക്കഴിഞ്ഞാ ഭയങ്കര പിണക്കാൻ പോലെ. പിന്നെ വരൂല. പിന്നെ വരൂല. ഇനി വരുമ്പോ നമുക്ക് ബിരിയാണി കൊടുക്കാം. അല്ല ബിരിയാണി കൊടുക്കണല്ല. ആര് വിളിച്ചിട്ട് വന്നില്ലെങ്കിലോ സൂറാന്റെ മാസ്റ്റർ പീസിൽ വിളിച്ചാ വരൂ. അതെങ്ങനെയാണ്? നമ്മള് വിളിക്കണ കണ്ടോളി. വേലായിതേട്ടാ വന്നോളി, നമ്മളെ നെല്ല കത്തോളി, വേലായിതേട്ടാ വന്നോളി. എന്റെ തനക്കെന്താ അവസ്മാരിളകിയ? അങ്ങനെ വിളിച്ചാലെങ്കിലും വരുമല്ലോ. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ ഒപ്പന കളിച്ചിട്ടാ വിളിക്കല്. അല്ലാണ്ട് പിന്നെ വിളിച്ചത് പോയി ഉള്ളതും പോയി. പറയില്ലേ ഒരു പണി ചോറെടുത്ത്. നമ്മളേതായാലും ചോറ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വേഗം വന്ന് തിന്നോളി. എന്താണ് കഥ? ആരൊക്കെയാണ് ഇത് ബലായുധ? 4, 5, 6, 7, 11 കാക്കയോ ബലായുധ? സൂറ കാണ്ടല്ലോ പടച്ചോനെ. ശോഭടുത്തിയേ ഇങ്ങോട്ട് വരീന്ന്. ഇങ്ങോട്ട് വരി. എടങ്ങള് ഇങ്ങോട്ട് വരി. ബലായുധൻ നല്ലോനാ. ഓന്റെ ചങ്ങായിയാ. ഓൻ എത്ര വേണമെങ്കിലും നമ്മൾ തിന്നാൻ കൊടുക്കും. ഓൻ നമ്മളെ പെരയിൽ വന്നോട്ടെ, തിന്നോട്ടെ, പൊയ്ക്കോട്ടെ. പക്ഷെ ഈ അലമ്പ് ചങ്ങായിമാരെയും കൂട്ടി വന്നിട്ടുള്ള ഓന്റെ ഈ തീറ്റണ്ടല്ല, അത് മാണ്ടാന്ന് ഇനി ഓൻ വരുമ്പോ ഓനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അന്നെ കൊണ്ടേ പറഞ്ഞേ ഹിമാറെ. മരിച്ചാലൊരു സ്വൈര്യം തരുന്നെങ്കിൽ എനിക്ക്. ഒരു ഷോർട്ട് ബ്രേക്ക്.